അപ്പോൾ ഏതായാലും എൻ്റെ നുണ പിടിച്ചതുകൊണ്ട് കുറച്ചുകൂടി നുണകൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നുണകൾ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞോളൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയ ഒരാശയം, ഏറ്റവും കൂടുതൽ സമാധാനം തകർത്ത ഒരേ ഒരു ആശയം, അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം ഇസ്ലാം ഇസ്ലാം. പറഞ്ഞത് ബഡായി 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 എന്ന് ഞമ്മക്കും പറയാൻ കഴിയും. എന്തു വലിയ ബഡായിയാണ് ഈ ചങ്ങായി അവിടെ കയറി വിട്ടിട്ടുള്ളത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതാകട്ടെ കേരളത്തിൽ ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നാസ്തിക കൂട്ടം എന്ന് അവകാശപ്പെടുന്ന എസൻസ് ഗ്ലോബൽ. ഒരു രേഖ കൊണ്ടെങ്കിലും, ആധികാരികമായ ഒരു രേഖ കൊണ്ടെങ്കിലും ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ ആരിഫെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് ഇസ്ലാമുമല്ല, ക്രൈസ്തവതയുമല്ല, ഒരു മതവുമല്ല. മതമില്ലാത്ത സ്വതന്ത്ര ചിന്തകരാകുന്ന, യുക്തിവാദികളാകുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ലോകത്ത് 100 മില്യൺ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇത് രേഖ സംസാരിക്കല്ലേ? ഇയാൾ ചാറ്റ് ജീബിന്റെ ആളാണ്. എന്നാൽ അതിലെങ്കിലും ഒന്ന് നോക്കിക്കൂടായിരുന്നോ? രണ്ടാമത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ളത് നാസിസവും ഫാസിസവുമാണ്. ഇനി ഇസ്ലാമിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിങ്ങൾക്ക് കൂടുതലും എടുക്കാനുണ്ടാകുക 99% മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത IS പോലത്തെ ഭീകര സംഘടനകൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ്. അതിനെ ലോകത്തുള്ള ഒരു മുസ്ലിമും അംഗീകരിക്കുന്നില്ല, എല്ലാവരും തള്ളിക്കളയുന്നു. ലോകത്തുള്ള സംഘടനകളും അവർക്കെതിരെ ഫത്വ പ്രഖ്യാപിക്കുന്നു. സമാധാനം നശിപ്പിക്കുന്നത്, ഉള്ള സമാധാനം കളയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു. യമൻ, സിറിയ, അങ്ങനെ എണ്ണിപ്പോയ ലിബിയ, ഇറാൻ, ഇറാഖ്, നിങ്ങൾ എണ്ണ തീരില്ല. ആരിഫിന്റെ കണക്ക് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഒരു മുസ്ലിം രാജ്യത്ത് ഒരു മുസ്ലിം മരിച്ചോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പട്ടിണി കിടന്നോ എന്നാൽ അതിന്റെ കാരണം ഇസ്ലാമാണ്. ആരിഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫലസ്തീനിൽ മുസ്ലിങ്ങൾ പട്ടിണി കിടക്കാനും മരിക്കാനുമുള്ള കാരണം ഇസ്ലാമാണ്. കാരണം അവിടെ മുസ്ലിങ്ങൾ മരിക്കുന്നു, മുസ്ലിങ്ങൾ പട്ടിണി കിടക്കുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, അത് നോക്കേണ്ടതില്ല. മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾ പട്ടിണി കിടന്നോ മരിച്ചോ എന്നാൽ അവിടത്തെ പ്രശ്നം ഇസ്ലാമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു. യമനിനെ ആരാണ് പട്ടിണിയാക്കിയത്? അമേരിക്ക. 2015 മുതൽ 2021 വരെ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധം കൊടുത്തതാരാണ്? അമേരിക്ക. അവർക്ക് മിലിറ്ററിയെ കൊടുത്തതാരാണ്? അമേരിക്ക. സിറിയൻ ആരാണ് പട്ടിണിയാക്കിയത്? അതും അമേരിക്ക. 2011 മുതൽ 2019 വരെ അവിടെ യുദ്ധം നടത്തിയതാരാണ്? ആ യുദ്ധത്തിന് വേണ്ടി ആയുധം കൊടുത്തതാരാണ്? മിലിറ്ററിയെ കൊടുത്തതാരാണ്? അമേരിക്ക. അങ്ങനെ എണ്ണിപ്പോയ ലിബിയയെ ആരാണ് പട്ടിണിയാക്കിയത്? അതും അമേരിക്ക. ഗദ്ദാഫി ഭരണകൂടത്തിനെതിരെ അവിടെ 2011 മുതൽ യുദ്ധം ആരംഭിച്ചു. ഇറാഖിനെ പട്ടിണിയാക്കിയതാരാ? അമേരിക്ക. 2003 മുതൽ 2011 വരെ അവിടെ യുദ്ധം നടത്തിയതാരാ? അമേരിക്ക. ഇറാനിനെ പട്ടിണിയാക്കിയതാരാ? അതും അമേരിക്ക. 2010 2018 ഉപരോധം ഏർപ്പെടുത്തി. ഇറാനിലേക്കുള്ള ഇറക്കുമതി നിന്നു, പണത്തിനുള്ള മൂല്യം കുറഞ്ഞു, ബിസിനസ് ഇല്ലാതെയായി, ആളുകൾ പട്ടിണിയായി. ആരിഫ് ഈ പട്ടിണിയായി എന്ന് പറയുന്ന രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് അമേരിക്കയുടെ തന്ത്രമാണ്, സയനിസ്റ്റ് തന്ത്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിയാക്കിയത് സയനിസ്റ്റുകളാണ്. ആരാന്റെ വീട്ടിൽ കൊണ്ടുപോയി ബോംബിടുക, എന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയാ, കണ്ടാ അവിടെ വീട് കണ്ടില്ലേ, ആകെ കത്തി നശിച്ചു, കണ്ടില്ലേ അവിടുത്തെ ആളുകളൊക്കെ മരിച്ചു, ഇതിന്റെ പ്രതി ആരാണ്? ആ വീട്ടുകാർ തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ആരിഫിന്റെ ഈ വാചകം. അപ്പൊ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഭീകരവാദം IS അൽ ഖ്വയ്ദ ഒന്നുമല്ല. അവർ ഭീകരവാദികളാണ്, നമ്മൾ അവരെ ന്യായീകരിക്കുന്നില്ല. അവർക്കും ആയുധം കൊടുത്തിട്ട് ലോകത്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് സയനിസ്റ്റ് ഭരണകൂടമാണ്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ പോലും ഈ വിഷയം അംഗീകരിച്ചില്ലേ? ഇതിന്റെ പ്രശ്നം സയനിസ്റ്റ് ഭരണകൂടം ബ്രിട്ടനുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും MA ബേബിയൊക്കെ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി രാഷ്ട്രം, ഭീകര രാഷ്ട്രം അത് ഇസ്രായേലാണ്, നെതന്യാഹു ഏറ്റവും വലിയ ഗുണ്ടയാണ്. അപ്പൊ ഒരു രേഖയും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുക, അത് വലിയ കേരളത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടനയുടെ പേജിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നിട്ടോ സംഘികൾ ഇതെടുത്ത് ആഘോഷിക്കുക. ഒരു സംഘി പേജിൽ ഈ വീഡിയോ കൊടുത്തിട്ട് അവിടെ കൊടുത്ത കമന്റാണ് എന്നെ ചിരിപ്പിച്ചത്. എന്താ കമന്റ്? ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന് മദ്രസാ പഠനം പൂർത്തിയാക്കി മതഗ്രന്ഥങ്ങൾ മുഴുവനും മനഃപ്പാടമാക്കിയ ആൾ ആര്? നമ്മൾ ആരിഫ് ഹുസൈൻ. വല്ലാത്ത ജാതി തന്നെ.